अग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മണത്തണ എന്ന ഗ്രാമവും അവിടുത്തെ ശാക്തേയ വിശ്വാസ പ്രമാണങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റൊരു പ്രഭാതം കൂടി ഇന്നെത്തുകയാണ്. ഈ പ്രഭാതത്തിലും നമുക്ക് സപ്തമാതൃപുരവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവീക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. ചപ്പാരം എന്നറിയപ്പെടുന്ന സപ്തമാതൃപുരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയായി നിരവധി ക്ഷേത്രഭൂമികളുണ്ട്. അതിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായ ഒരു വലിയ തത്വമുണ്ട്, സത്യമുണ്ട്. ശങ്കരാചാര്യർക്ക് ശ്രീവിദ്യാമന്ത്രം ഉപദേശിച്ചു കൊടുത്ത ദേവീഭാവം, യോഗിനീഭാവം നിലകൊള്ളുന്ന പ്രദേശം കൂടിയാണ് ഇത്. അപ്പോൾ ശ്രീവിദ്യാമന്ത്രത്തെക്കുറിച്ചും ഏറെ പറയുവാനാകുന്നൊരു ദിവസമാണിത് എന്ന് സാരം. ഏതായാലും ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ ആരംഭിക്കുകയാണ്. മണത്തണ എന്ന ഗ്രാമത്തിൽ വെച്ച് സപ്തമാതൃപുരം എന്ന ക്ഷേത്രത്തിന് തൊട്ടരികിൽ വെച്ച്. ഇന്നത്തെ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ നമ്മുടെ ഈ ശരീരം ശാശ്വതമല്ല. അത് ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് മനുഷ്യജന്മം. മൃഗതുല്യം ജീവിച്ച് അത് പാഴാക്കിയാൽ പിന്നെയും കൃമികീടങ്ങളായി ജനിക്കേണ്ടി വരും. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. സപ്തമാതൃപുരം എന്ന ചപ്പാരം ദേവീക്ഷേത്രത്തിന് ഒരു 200 മീറ്റർ മാറി നഗരവീഥിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു അരയാൽത്തറ ഗണപതി ക്ഷേത്രമുണ്ട്. അരയാൽത്തറ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തറകളും ഒരുപാട് ക്ഷേത്രസ്ഥാനങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലൊരു ബന്ധം ഈ ഗണപതി തറയ്ക്കുമുണ്ട്. ഈ ഗണപതി തറയ്ക്ക് നേരെ എതിരെയായി നമുക്ക് വലിയൊരു വൃക്ഷത്തറ കാണാം. ആ വൃക്ഷത്തറയിലും പണ്ട് കാലത്ത് ഇറക്കി പൂജകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് വീതി കൂട്ടിയപ്പോൾ ആ അരയാൽത്തറ പൊളിഞ്ഞു പോയതാണ്. അരയാൽത്തറയും അതിനടുത്ത് ഗണപതി ക്ഷേത്രവും ഒക്കെ ഉണ്ടെങ്കിലും ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരല്പം മുന്നിലേക്ക് നടന്നാൽ മനോഹരമായൊരു കുളവും കുളത്തിന് നേരെ മുന്നിലായ ഒരു ക്ഷേത്രവും കാണാം. ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര.
സപ്തമാതൃപുരം എന്ന് പറയുന്ന ക്ഷേത്രഭൂമി നിൽക്കുന്ന പ്രദേശം, മണത്തണ എന്ന പ്രദേശം, ശാക്തേയ സമ്പ്രദായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും ഏറ്റവും കൂടുതൽ ഭഗവതി ക്ഷേത്രമുള്ള ഭൂമിയാണ് ഇത് എന്നും പറയുമ്പോൾ ആ ഭഗവതി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയുവാൻ ചില ക്ഷേത്രങ്ങളെങ്കിലും കാണുവാനുള്ള ശ്രമമാണ് നാം തുടങ്ങി വയ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാം ഈ ക്ഷേത്ര കുളങ്ങര എത്തി നിൽക്കുന്നത്. ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പോലും കുളങ്ങര ക്ഷേത്രം എന്ന് തന്നെയാണ്. കുളങ്ങര ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ശ്രീചക്ര ആരാധനയുള്ളൊരു ദേശത്തിൻ്റെ വിശ്വാസ മഹിമകളെക്കുറിച്ചും പറയാനുണ്ട്. മണത്തണയിൽ നിന്ന് കൊട്ടിയൂരേക്കുള്ള വഴി, ആ നഗരവീഥിക്ക് ഒരു വശത്തായിട്ടാണ് നമുക്ക് കുളങ്ങരയത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം കാണാനാകുന്നത്. ഇതാണ് ആ കവാടം. ഇതേപോലെ പണ്ട് മുഴക്കുന്ന് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തെ കവാടം നാം കണ്ടിട്ടുണ്ട്. പഴശ്ശിരാജയുടെ ഓർമ്മകളുമായി നിൽക്കുന്ന കവാടം. ആ കവാടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ കവാടം നിൽക്കുമ്പോൾ പുരാതനമായ ഭാവങ്ങൾ ഏറെയുള്ള ഒരു ക്ഷേത്രഭൂമിയിലാണ് നാം എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനാകും നമുക്ക്. ഇനി നമുക്ക് ഈ പടവുകൾ കയറി അകത്തേക്ക് ചെന്നാൽ മണത്തണ കുളങ്ങരയത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശ്വാസങ്ങളും അറിയാം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. കുളങ്ങരത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ചപ്പാരം സപ്തമാതൃപുരം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടാണല്ലോ നാം നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നാം വിശേഷാൽ പറഞ്ഞൊരു കാര്യം, ഇവിടെ ചക്രാരാധനയുടെ പ്രാധാന്യമാണ്. ചക്രാരാധന അത്ര ശക്തമായി നടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയാണ് തോന്നിയത്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീചക്ര ആരാധനയും അതുപോലെ തന്നെ ശ്രീവിദ്യ മന്ത്രോപാസനയും ഒക്കെ കേരളീയർ നടത്തിയിരുന്നു എന്നുള്ളതിന് പല തെളിവുകളുമുണ്ട്. ബ്രാഹ്മണരും അബ്രാഹ്മണരും നടത്തിയിരുന്നു ഇത്തരം ഉപാസനകൾ. സാമൂതിരി കോവിലകത്തും അതുപോലെ തന്നെ ചിറക്കൽ കോവിലകത്തുമൊക്കെ ശ്രീവിദ്യ മന്ത്രാക്ഷരങ്ങൾ പഠിക്കുകയും അത് ആലപിക്കുകയും ഉച്ചരിക്കുകയും അത് ജപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശ്രീവിദ്യ മന്ത്രാർച്ചന നടത്തിയിരുന്ന അതുപോലെ തന്നെ ശ്രീവിദ്യ ചക്രപ്രതിഷ്ഠകൾ നടത്തിയിരുന്ന കോവിലകങ്ങളും ധാരാളമായിട്ട് ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഒരു ശ്രീവിദ്യ ആരാധനയുടെ സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ശ്രീവിദ്യ മന്ത്രോപാസന നടത്തിയിരുന്നത് അഗസ്ത്യമുനിയുടെ പത്നിയായ ലോപമുദ്രയാണ് എന്ന് പറയും. ശരിക്കും അഗസ്ത്യമുനിയുടെ പത്നി ലോപമുദ്ര എന്ന് പറയുന്നത് ഭാരതീയ സ്ത്രീ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ബുദ്ധിപരമായ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ലോപമുദ്ര ശ്രീവിദ്യാ മന്ത്രം ഉപാസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതേ ലോപമുദ്രയെ പോലെ യോഗിനികൾ ഒരു കാലത്ത് മണത്തണയിൽ ധാരാളമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ലോപമുദ്രയ്ക്ക് നാം എത്ര പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം പ്രാധാന്യവും ബുദ്ധി വൈഭവവും അറിവും ഉണ്ടായിരുന്ന സ്ത്രീകൾ ഈ ദേശത്ത് ധാരാളമായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളിൽ ഒരു യോഗിനിയിൽ നിന്നിട്ടാണ് ശങ്കരാചാര്യർക്ക് ശ്രീവിദ്യാ മന്ത്രം ഉപദേശിച്ച് ലഭിക്കുന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അത്ര പ്രാധാന്യമുള്ള മന്ത്രം. ഈ മന്ത്രം കേരളത്തിൽ ഉപാസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛനും ശ്രീവിദ്യ ആരാധനകൾ നടത്തിയിരുന്നു, മന്ത്രോപാസന നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അധ്യാത്മരാമായണം വിരചിക്കുന്നത് കിളിയെ കൊണ്ട് പാടിക്കുന്നു എന്ന രീതിയിലാണല്ലോ. ഈ കിളി തന്നെ ആ ഒരു ആരാധനയുടെ പ്രതീകമാണെന്ന് പറയുന്നു. ത്രിപുരസുന്ദരി ഭാവമാണ്
ആരാധിക്കുന്നത്. അപ്പോൾ ത്രിപുരസുന്ദരി ഭാവത്തിൻ്റെ ദേവിയുടെ മന്ത്രിസ്ഥാനത്ത് വിരാജിക്കുന്ന സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ദേവി എന്ന് വിശ്വസിക്കുന്ന മാതംഗി എന്നൊരു ദേവിയുണ്ട്. മാതംഗി ദേവിയുടെ കയ്യിലൊരു ശുഖമുണ്ട്. ആ ശുഖത്തെ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ശുഖത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് മറ്റൊന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ കർണപർവ്വത്തിൽ പരാ 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 എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും പല വിമർശകരും പിന്നീട് പറയുന്നത് അദ്ദേഹം മദ്യപിച്ച് ലക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ എഴുതിയതാണ്, അതുകൊണ്ടാണ് പരാ 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 എന്ന് പറയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ശ്രീദേവി ഉപാസകനായതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള മന്ത്രോപാസന ചെയ്തിരുന്നത് കൊണ്ടും ബലമന്ത്രത്തിലെ അക്ഷരമാണ് ഈ പരാ എന്നത്. പരമാനന്ദം നൽകുന്ന ദേവിയാണ് പരാ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ദേവിയുടെ മൂർത്തിമത് ഭാവമായ ഒരു ദേവീഭാവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത്ര ഭക്തിയോടുകൂടി ആരാധിക്കുന്നതിനാണ് പരാ 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 എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തുഞ്ചത്ത് ആചാര്യൻ ഉപാസിച്ചിരുന്ന ദേവീഭാവം കേരളത്തിൽ പല ഭാഗങ്ങളിലും അങ്ങനെ ആരാധന പണ്ടുകാലത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മണത്തണ ഗ്രാമത്തിൽ ശ്രീചക്ര ആരാധനയ്ക്കും ദേവി ആരാധനയ്ക്കും ഇത്ര പ്രാധാന്യം എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ആ മനസ്സിലാക്കലോടുകൂടി നാം ദേവിക്ക് തിരുനടയിൽ നിൽക്കുകയാണ്. പരിപാലയ മാം മാതഃ സർവഥാ ശരണാഗതം. സപ്തമാതൃപുരത്തെയും അതുപോലെ മണത്തണയിലെ മറ്റു ഭഗവതി ക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും പ്രതിഷ്ഠ വാളാണ്. വാള് പ്രതിഷ്ഠിച്ച് വിളക്ക് കത്തിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ദേവി സപ്തമാതൃപുരം ദേവിയിലെ ഭഗവതി ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യത്തിൻ്റെ സഹോദരിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭദ്രകാളി ഭാവമാണ്, പക്ഷെ സഹോദരിയായി കരുതുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ 4 ഊരാളന്മാരുണ്ടല്ലോ. പ്രധാന ഊരാളന്മാരിൽ ഒന്നാമൻ്റെ കുലപരദേവതയാണ് ഇവിടുത്തെ ദേവി. അതുകൊണ്ട് തന്നെ ഈ ദേവിക്ക് പ്രാധാന്യമേറുന്നു. മണത്തണയുടെ ചരിത്രവും വിശ്വാസങ്ങളും പറയുമ്പോൾ ഈ ദേവിക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറയാനാകുന്നുമുണ്ട്. പണ്ട് കാരണവർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ആ വിളക്കിലേക്ക് ദേവീ സാന്നിധ്യം വന്നു നിറയുകയും ചെയ്തപ്പോഴാണ് പിന്നീട് പ്രതിഷ്ഠ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കത്തി നിൽക്കുന്ന ദീപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. കിഴക്കേ നടയാണിത്. കിഴക്കേ നട ചാരിയിട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും വളരെ പ്രധാനത്തോട്, കാഴ്ചകൾ വളരെ കുറവാണ് എങ്കിലും ആചാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ കലശം, അതായത് പ്രത്യേകിച്ച് കാടൻ കലശം എന്നറിയപ്പെടുന്ന ഒരു ആചാരം വളരെ പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതുമാണ്. പടിഞ്ഞാറോട്ട് ദർശനമായി ഭദ്രകാളി സാന്നിധ്യം കുളങ്ങരയത്ത് ഭഗവതിയായി നിലകൊള്ളുമ്പോൾ ഇവിടെ നേരെ കിഴക്കേ നടയിൽ നേരെ നോക്കിയാൽ നമുക്കൊരു കാവ് കാണാം. ഈ കാവ് സങ്കല്പത്തിനും ഇവിടെ പ്രാധാന്യമുണ്ട്. കാവിനും കാടിനുമാണ് കൊട്ടിയൂർ ഏറ്റവും പ്രധാനമെന്ന് നമുക്കറിയാമല്ലോ. കൊട്ടിയൂരിലെ സങ്കല്പങ്ങളിൽ ജാതി മത ചിന്തകൾ തെല്ലും തീണ്ടിയിട്ടില്ല. എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനമുള്ള ക്ഷേത്രഭൂമിയാണ് ഇത്. ഇത് നേരെ മുന്നിലെ കാവിലാകട്ടെ കൊട്ടിയൂരിലെ സങ്കല്പത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒറ്റപ്പിലാനുണ്ടല്ലോ, അതായത് ഭഗവാന്റെ സാന്നിധ്യം, മഹാദേവന്റെ സാന്നിധ്യം ആദ്യമായി അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് ഒറ്റപ്പിലാനാണ്. ഒറ്റപ്പിലാന് ഇന്നും അവിടുത്തെ കൊട്ടിയൂരിലെ ഉത്സവത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്, അതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. ഒറ്റപ്പിലാനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കാവിനുള്ളിൽ ഒരു ആചാരം നടക്കാറുണ്ട്. അത് കാടൻ കലശം എന്നാണ് അറിയപ്പെടുന്നത്. കാടൻ കലശം എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവൻ കാടുകളാണല്ലോ. കാടുകളിൽ ധാരാളം ഈശ്വരമൂർത്തികൾ നിലകൊള്ളുന്നുണ്ടായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയുള്ള മൂർത്തികളെയെല്ലാം ഉത്സവത്തിന്, കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ മൂർത്തികളെ ആവാഹിക്കുകയും ആ മൂർത്തികൾക്കെല്ലാം വേണ്ടി ഇവിടെ വെച്ച് പൂജകൾ നടത്തുകയും ചെയ്യും. അതാണ് കാടൻ കലശം എന്നറിയപ്പെടുന്നത്. തെയ്യത്തിൻ്റെ പൂർണ്ണത കലശത്തിനില്ല എങ്കിലും ഏതാണ്ട് വേഷഭൂഷാദികളോട് കൂടിയുള്ള കലശമാണ് അത്. ഈ കാടൻ കലശം ഉത്സവത്തിന്, കൊട്ടിയൂർ ഉത്സവത്തിന് മുൻപും കൊട്ടിയൂർ ഉത്സവത്തിന് ശേഷവും ഇവിടെ നടത്താറുണ്ട്.
കലശം പോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമുണ്ട്. ഈ വിശേഷം എന്ന് പറയുന്നത് ഭണ്ഡാരം എഴുന്നള്ളിപ്പിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതായത് കൊട്ടിയൂരിലെ ഉത്സവത്തിൽ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വാളെഴുന്നള്ളിക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ. ആ സമയത്ത് ഇവിടെ, അതായത് അതിൻ്റെ സ്ഥാനികർക്ക് അവകാശ കുട നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അതിനൊരു ഭഗവതിയുണ്ട്. മലവും ഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവതിയാണ്. അതും മലദൈവമാണ്. മലയുടെ മുഴുവൻ അധിപതിയായ ദേവ. അതായത് കൊട്ടിയൂരിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മുഴുവനും സൂക്ഷിക്കുന്ന ദേവിയെന്നും അതിന് കാവലാളാകുന്ന ദേവിയെന്നും വിശ്വാസമുണ്ട്. ആ ദേവി ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തും. ഈ ക്ഷേത്രഭൂമിയിലേക്ക് എന്നല്ല, പല ക്ഷേത്രത്തിലേക്ക് ചെല്ലും. പക്ഷേ ഈ ക്ഷേത്രത്തിലാണ് പ്രധാനമായും എത്തുന്നതും ഇവിടെ വെച്ചിട്ടാണ് ആ അവകാശ കൂടെ കൈമാറുകയും ചെയ്യുന്നത്. അതിനുശേഷം ദേവി ഇവിടുന്ന് എഴുന്നള്ളി ഭണ്ഡാരത്തിലേക്ക് ചെന്ന് ഇവിടുത്തെ അനുവാദം കിട്ടിയിട്ട് വേണം ആ ഭണ്ഡാരപ്പുര തുറക്കാൻ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിശേഷമായ ചടങ്ങുകളും കാഴ്ചകളുമുണ്ട്. അത് നമുക്കൊന്ന് കാണാം. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. കുളങ്ങരയത്ത് ഭഗവതി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്ന ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇരുവശത്തും മനോഹരമായി നിൽക്കുന്ന ഈ ഒരു നന്ദാവനം തന്നെ, ഒരു പൂങ്കാവനം തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ദേശത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു സങ്കല്പമുണ്ട്. കൊട്ടിയൂർ 18 പൊടിക്കളങ്ങളുണ്ട് എന്നാണ്. അതിലൊരു പൊടിക്കളമാണ് യഥാർത്ഥത്തിൽ കുളങ്ങരയത്തത്. ഈ പൊടിക്കളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വയനാട് മേഖലയിൽ കാണുന്ന ഒരുതരം പുനം കൃഷി എന്നറിയപ്പെടുന്ന കൃഷിയാണ്. കാട് കത്തിച്ച് കളഞ്ഞ് നിലമൊരുക്കി അവിടെ കൃഷി ചെയ്യുന്നതാണ് ഈ പുനം കൃഷി. പുനം കൃഷിയിലെ ഉണക്കിയ നെല്ല് അത് പാകമാക്കുവാൻ വേണ്ടി പണ്ട് പത്തായപ്പുരകൾ ഉണ്ടാകുമായിരുന്നു. അത് വിരിച്ചിട്ട് ഉണക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങളെയാണ് പൊടിക്കളം എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ 18 പൊടിക്കളങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും ബാക്കിയില്ല. അങ്ങനെ ഉണക്കിയെടുത്തിരുന്ന, അതായത് ഓടക്കാട്ടച്ഛൻ എന്ന് പറയുന്ന പെരുമാളുടെ ഭൂമിയായിരുന്ന, പെരുമാളുടെ ധാന്യപുരയായിരുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പൊടിക്കളം എന്നുകൂടി അറിയപ്പെടുന്ന കുളങ്ങരയത്തെ പ്രദേശം എന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ കാഴ്ചകളിൽ മറ്റൊരു പ്രധാനമുള്ളത് ഇവിടെ ശനീശ്വര സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ശനീശ്വരനെ സ്മരിച്ചുകൊണ്ട്, അത് ആ വാക്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും, സ്മരിച്ചുകൊണ്ട് വിഗ്രഹങ്ങളൊന്നുമില്ലാതെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് തൊട്ട് മുകളിലായി ശനീശ്വര സ്തുതിയും ആലേഖനം ചെയ്തിട്ടുണ്ട്. കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ വിളക്ക് ശനീഷ് ദോഷങ്ങളെ ഇല്ലാതാക്കും. ശനിദോഷങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ പെരുമാൾ എവിടെ നിൽക്കുന്നുവോ ആ പ്രദേശത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് സകല ദോഷങ്ങളും അകന്നു പോകുന്നുണ്ട്. ആ ദോഷങ്ങൾ പൂർണ്ണമായും അകന്നു പോകുന്നു എന്ന വിശ്വാസം വരുത്താനാണ് ഇവിടെ ശനീശ്വരന് ഒരു വിളക്ക് കത്തിക്കുന്നത്. ഓം ശം ശനീശ്വരായ നമഃ. ഓം ശം ശനീശ്വരായ നമഃ. ഓം ശം ശനീശ്വരായ നമഃ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന കലശമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും പ്രധാന ദേവിക്ക് ഇഷ്ടപ്പെട്ട പൂജയും. നിത്യവിളക്കുണ്ട്. ഈ കലശ ദിവസം ചുറ്റുവിളക്കുകളും അതോടൊപ്പം പെരുവണ്ണാൻ സമുദായക്കാർ കെട്ടി ആടുന്ന ഒരു കലശം എന്ന് പറയുന്ന ചടങ്ങ്. അത് അവർ വേഷം കെട്ടിയിട്ട് കിരീടത്തോട് കൂടിയിട്ട് ചെറിയ വേഷം കെട്ടിയിട്ടാണ് അതെന്ന് അരുളപ്പാടുണ്ടാകും. ആ ദിവസം ആ സമയത്ത് മാത്രമേ അമ്പലത്തിൻ്റെ കിഴക്കേ നട തുറക്കാറുള്ളൂ. ആ കെട്ടിയ വേഷത്തിന് ഇങ്ങ് പടിഞ്ഞാറ് പ്രധാന നടയിലേക്ക് വരാൻ അനുവാദമില്ല. കാരണം അവിടെ മധ്യമകർമ്മങ്ങളാണ് ഈ ഭഗവതിയുടെ കർമ്മങ്ങൾ. രൗദ്ര
മൂർത്തിയായ ഭഗവതിക്ക് കലശവും, പണ്ട് അവിടെ രുദ്ര അറവ്, കോഴി അറവ് അങ്ങനെയുള്ള കാര്യങ്ങളും പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമ്മിറ്റി നിർമ്മാണം തുടങ്ങിയ പുനഃപ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ഈ സാത്വിക കർമ്മങ്ങളും കൂടി, നമ്പൂതിരിയുടെ കർമ്മങ്ങളും കൂടി ഇവിടെ വന്നു തുടങ്ങിയതും നാട്ടിലെ എല്ലാ മതസ്ഥരും, അന്യജാതി മതസ്ഥരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഈ പൂജകളിലും ഉത്സവത്തിലും പങ്കുകൊള്ളുന്നത്. ശങ്കരാചാര്യർ തപസ്സിരുന്ന ഭൂമിയാണ് മണത്തണയിലേത്. അതുകൊണ്ട് തന്നെ മണത്തണയിൽ ധ്യാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ധ്യാനഭാവങ്ങൾക്ക് ദേവിയുടെ ആരാധനയ്ക്ക് ഏറ്റവും ഉണർവ് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ദേവീ ഭക്തർ ഈ ഭൂമിയിൽ എവിടെ ഇരുന്ന് ധ്യാനിച്ചാലും അവർക്ക് ദേവീഭാവത്തെ പ്രത്യക്ഷഭാവത്തിൽ കാണുവാനാകുമെന്നാണ്. അങ്ങനൊരു വിശ്വാസം മണത്തണയിൽ കൂടുതൽ വരുവാൻ കാരണം ശങ്കരാചാര്യർ മാത്രമല്ല, പഴശ്ശിരാജാവിൻ്റെ ഭക്തി, ഉദയനൻ്റെ ഭക്തി തുടങ്ങി ഒരുപാട് പേരുടെ ഭക്തി ഈ പ്രദേശത്ത് ദേവി ആരാധനയുടെ ശക്തി നമുക്കറിയാനാകും. അതുകൊണ്ടാവണം കുളങ്ങരയത്ത് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന് ഇപ്പോഴൊരു ധ്യാനമുറിയുണ്ട്, ധ്യാന മണ്ഡപമുണ്ട്. മനോഹരമായ വെട്ടുകല്ലിൽ ഏറ്റവും പുരാതനമായ രീതിയിൽ ചെയ്തിരിക്കുകയാണ് ധ്യാനമുറി. ആർക്കൊക്കെയാണോ ധ്യാനഭാവത്തിലേക്ക് ലയിക്കേണ്ടത് അവർക്ക് ഇതിനുള്ളിൽ വന്ന് ഈ ധ്യാന മണ്ഡപത്തിൽ വന്നിരുന്ന് ധ്യാനിക്കാവുന്നതാണ്. ഇരുട്ട് വീണ് കിടക്കുന്ന ഓം ആലേഖനം ചെയ്ത ഒരു ധ്യാന മണ്ഡപം. ഇത് യഥാർത്ഥത്തിൽ ഒരു ഭൂഗർഭ അറയാണ്. ഇവിടെ സദാ ഓംകാര മന്ത്രം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. തീർച്ചയായും മണത്തണയിൽ നാളെയും ആചാര്യന്മാരുണ്ടായി വരുവാൻ ഇന്നീ ധ്യാന മണ്ഡപം ആവശ്യമാണ്. നമുക്കും ഇവിടെ ലോകം മുഴുവനും ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ധ്യാന നിരതരാകും.